ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്നത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രമുഖ വ്യക്തികൾ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട പ്രമുഖ വ്യക്തികൾ. അപ്പം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഫസ്റ്റ് പേഴ്സൺ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ എന്താണ്? ഗാന്ധിജി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വനിത ആരാണ്? മീരാഭായിയാണ്. ആരാണ്? മീരാഭായിയാണ്. ഫസ്റ്റ് വുമൻ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ എന്താണ്? ആൻസർ മീരാഭായ്. മീരാഭായ്. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഫസ്റ്റ് മലയാളി അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിത ആരാണ്? സിസ്റ്റർ അൽഫോൻസ. ആരാണ്? സിസ്റ്റർ അൽഫോൻസ. ഫസ്റ്റ് മലയാളി വുമൻ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ സിസ്റ്റർ നിവേദിത. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള സിനിമാ നടൻ ആരാണ്? പ്രേം നസീറാണ്. ഫസ്റ്റ് മലയാളം മൂവി ആക്ടർ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ പ്രേം നസീർ. അതുപോലെ തന്നെ പ്രേം നസീറാണ്. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ നടി ആരാണ്? നർഗീസ് ദത്ത്. ഫസ്റ്റ് ഫിലിം ആക്ട്രസ് അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ നർഗീസ് ദത്ത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. ഫസ്റ്റ് മലയാളം പോയറ്റ് അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ കുമാരനാശാൻ. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ എന്താണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. ഫസ്റ്റ് കേരള ചീഫ് മിനിസ്റ്റർ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ EMS. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? C. അച്യുതമേനോനാണ് കേട്ടോ. C. അച്യുതമേനോൻ വാസ് ദ സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. C. അച്യുതമേനോനാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സസ്യം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. ഫസ്റ്റ് പ്ലാന്റ് അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ നീലക്കുറിഞ്ഞി. അതുപോലെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്? മലയാള മനോരമ. ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ മലയാള മനോരമ. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ ക്ഷേത്രം ഏതാണ്? മധുര മീനാക്ഷി ക്ഷേത്രം, തമിഴ്നാട്. ഫസ്റ്റ് ടെമ്പിൾ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ മധുര മീനാക്ഷി ടെമ്പിൾ, തമിഴ്നാട്. അതുപോലെ ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കൺ ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ വിദേശ വനിത ആരാണ്? ആനി ബെസന്റ്. ഫസ്റ്റ് ഫോറിൻ വുമൻ അപ്പിയേർഡ് ഓൺ ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ എന്താണ്? ആനി ബെസന്റ്. രണ്ട് പത്രങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് കേട്ടോ. അതുപോലെ ആനി ബെസന്റ് ആണ് സ്ഥാപിച്ചൊരു ആനി ബെസന്റാണ് ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും കേട്ടോ. അതുപോലെ ആനി ബെസന്റ് 1916 അടയാറിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചിട്ടുണ്ട്. അടയാറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആരാണ്? ആനി ബെസന്റാണ്. അതുപോലെ തന്നെ
അമേരിക്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഫസ്റ്റ് ഇന്ത്യൻ അപ്പിയേർഡ് ഓൺ അമേരിക്കൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ മഹാത്മാഗാന്ധി. ഫസ്റ്റ് ഇന്ത്യൻ അപ്പിയേർഡ് ഓൺ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഫസ്റ്റ് മലയാളി അപ്പിയേർഡ് ഓൺ ശ്രീലങ്കൻ പോസ്റ്റൽ സ്റ്റാമ്പ്. ആൻസർ ശ്രീനാരായണ ഗുരു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ് കേട്ടോ. മഹാത്മാഗാന്ധി അപ്പിയേർഡ് ഏറ്റവും കൂടുതൽ രാജ്യം പെട്ടെന്ന് നാക്കെ അത് വരുന്നില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ്.